ഓ, കഴിക്കുന്ന കാര്യമൊന്നും പറയല്ല എൻ്റെ പൊന്നു മാളു. ഒന്നും അവിടെ വായ വെച്ച് കഴിക്കാൻ കൊള്ളില്ല. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കഞ്ഞിയും കുടിച്ചിട്ടാ ജീവിച്ചേ. ആണോ? അല്ല മോളെ, ഇനി എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ലമ്മേ, പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ കുക്കറിന് 2 വിസിലും കൂടി വന്ന് ഓഫ് ചെയ്യാം. അല്ല മോളെ, ഈ ഗ്യാസ് എന്താ കത്താത്തേ? ഇത് ഓണല്ലേ? ഗ്യാസ് ഓണാണല്ലോ. ആ ശരിയാ, ഓണാ, പക്ഷെ കത്തുന്നില്ല. അയ്യോ, ഇന്നല്ലേ ഗ്യാസ് തീരുന്നു പറഞ്ഞ മെസ്സേജ് വന്നേ. ഞാനാണെ ബുക്ക് ചെയ്യാൻ മറന്നുപോയി. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ ഞാൻ സജിനോട് പറഞ്ഞു നോക്കട്ടെ, അവൻ എടുത്തോണ്ട് വരായിരിക്കും ഗ്യാസ്. ആ, നീ പോയി പറ. അമ്മേ, സജിനെ. എത്ര അലാറം വെച്ചിട്ട് എന്ത് കാര്യം? എണീക്കണ്ടേ? സജിനെ, എണീക്ക്. എന്താണ്? ഒന്ന് പോയി ഗ്യാസ് എടുത്തിട്ട് വാടാ മോനെ, പ്ലീസ്. ഗ്യാസ് കഴിഞ്ഞു. എടാ എണീക്ക്. എന്താ അമ്മ? പോയി ഗ്യാസ് എടുത്തിട്ട് വാ പ്ലീസ്. അത് ബുക്ക് ചെയ്തൂടേനോ? എടാ ഗ്യാസ് കഴിഞ്ഞടാ, ബുക്ക് ചെയ്യാൻ മറന്നുപോയി. എന്ത് ചെയ്യാനാ? എനിക്ക് വയ്യ. ഒന്ന് പോയി എടുത്തിട്ട് വാ. ആ പോവാ. സമയം എത്രയായി? നിന്റെ അലാറം തന്നെ അടിക്കണ, എടുത്ത് നോക്ക്. അല്ല, ഞാൻ എന്തിനാ അലാറം വെച്ചേ? അത് നിന്നോടാ ചോദിക്കണേ. എന്തിനേന്ന് ഞാൻ അലാറം വെച്ചത്? ഞാൻ വെറുതെ ഒരു അലാറം വെക്കൂലല്ലോ. എന്തായിരിക്കും കാര്യം? ആ, അത് പോട്ടെ. ഇനിയിപ്പോ ഗ്യാസ് എടുക്കാൻ പോണല്ലേ. വണ്ടി എടുത്ത് പോട്ടെ. എങ്ങനെങ്കിലും പോയി എടുത്തിട്ട് വാ. ഗ്യാസ് ഒന്നും ഇവിടെ കിട്ടണം. ആ, ഇപ്പൊ പോവാ. ഇങ്ങനെ മടി പിടിച്ച് കിടക്കല്ലേ, വേഗം പോയി എടുത്തിട്ട് വാ. അമ്മ, ഇതാ ഗ്യാസ്. അല്ല ചേട്ടാ, ചേട്ടനോട് പോയതായിരുന്നു രാവിലെ തന്നെ. നിനക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഗ്യാസ് എടുക്കാൻ പോയതായിരുന്നല്ലേ? അതെ. ചേട്ടാ ചായ കുടിച്ചോ ചേട്ടാ? ഇല്ല. ഓ, എന്റെ പുറം പോയി ഈ സാധനം തൂക്കിയിട്ട്. ഓ പിന്നെ, വല്ലപ്പോഴും അല്ലേ പണി എടുക്കണേ. ഓ, ഈ പറയുന്ന നീ എത്ര പണി എടുക്കല്? ഞാൻ പണി എടുക്കലുണ്ട്. ഞാൻ ചേട്ടനെ പോലെ ഒന്നല്ല. അതെ, ചിക്കൻ സോപ്പിട്ട് കഴിക്കുക. അല്ല, പറയുന്ന നീ എന്ത് പണി എടുക്കല്? ഞാൻ പണി എടുക്കൂല, ഞാൻ ചെറിയ കുട്ടിയല്ലേ. നിങ്ങളൊക്കെ അതേപോലെയാ? അത് വീട് വെറുതെ അടി ഉണ്ടാക്കല്ല രാവിലെ തന്നെ. അമ്മ, എന്താടാ? ഇതാ ഗ്യാസ്. നിന്റെ വണ്ടി ഇന്ന് ഇവിടം വരെ വരുള്ളൂ? അടുക്കളയിലേക്ക് ഒന്ന് വെച്ചാ മതി നിനക്ക്. ഞാൻ അവിടുന്ന് ഇവിടം വരെ തൂക്കിയില്ലേ, ഇനി അമ്മ എടുക്കുവാ. എവിടം വരെയാ തൂക്കിയത്? അകത്തേക്ക് ഇട്ടുണ്ടെന്നല്ലേ? അടുക്കളയിൽ വെച്ചിട്ട് പോയാൽ മതി ട്ടോ. ബാക്കിയുള്ളവന് പണി എടുക്കാൻ സമ്മതിക്കൂല. ഗ്യാസ് കൊണ്ടേക്ക് സജിനെ, എന്നാലേ ബാക്കിയുള്ള പണി കൂടി നടക്കൂ. ആ, വെക്ക. പാവം ചേട്ടൻ, ഞാൻ അടുക്കളയിലേക്കും തൂക്കണ്ടേ? കൊണ്ടുപോ ചേട്ടാ. ഞാൻ കൊണ്ടുപോയിക്കളാട്ടോ, ഇന്നെ പഠിപ്പിക്കില്ലേ. നീ ചേട്ടനെ ഓവർ കളിയാക്കണ്ട. കുറച്ചുകൂടെ കഴിഞ്ഞ ഈ പണിയൊക്കെ നീ എടുക്കണ്ടേ? അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് ചേച്ചി. നീ ഇപ്പൊ ഇഡലി തിന്നാൻ നോക്ക്. അത് ശരിയാ. എന്നിട്ട് ഞാൻ വീട്ടിലുണ്ടല്ലോ. എന്തേ? ഒരു പണിയില്ല മോനെ, വെറുതെ ഇരിക്ക. അല്ല, നിനക്കെന്താ അവിടെ പരിപാടി? ഇതാ എപ്പോ? ആരെങ്കിലൊക്കെ അവിടെ തുറന്നു നോക്കാം. ആ ചിന്നു, നീ എന്താ ഇവിടെ? ഇടി, നീ അപ്പോഴത്തേക്ക് മറന്നോ ഞാൻ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യം? ആ, അയ്യോ എന്നോട് മറന്നുപോയി, സോറി ഡി. കുഴപ്പമില്ല, വാ വാ കേറ്, ഇവിടെ ഇരിക്കി. അമ്മേ, അമ്മേ. ആ എന്താ, ആരാ വന്നേ? ദേ ചിന്നു വന്നേ. ആ, മോളായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെ ആരാ ആണെന്ന്. മോളെന്താ ഇങ്ങോട്ട് വന്നേ? അതാൻറ്റി, പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ക്ലിയർ ചെയ്യാലോ വെച്ചിട്ട് വന്നതാ. ഓ, അതിനെന്താ, നിങ്ങൾ റൂമിലേക്ക് ചെല്ലേ. അല്ല, നമുക്ക് കുടിക്കാനൊന്നും കൊടുക്കണ്ടേ? മീര, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഓക്കെ, വാ റൂമിലേക്ക് പോവാ. നിങ്ങൾ ചെല്ലിട്ടോ, ഞാൻ അടുക്കളയിൽ ഉണ്ടാവേ. ആ ആൻറ്റി. എന്നാ വാ, നമുക്ക് പോവാം. നടക്ക്. ഓ എന്റെ ചിന്നോ, ഇത് വല്ലാത്തൊരു ഡൗട്ടായി പോയല്ലോ. ഇതിപ്പോ ഞാനെങ്ങനെ നിനക്ക് പറഞ്ഞുതരാ? എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഇനി എന്ത് ചെയ്യും? ആ, നിനക്ക് ട്യൂഷൻ പോണ്ടേ? ആ, പോണം. സമയായി, പോയി മാറ്റാൻ നോക്ക്. അതല്ല അമ്മേ, ഫുൾ പെട്ടല്ലോ. എന്തേറ്റി? അത് പിന്നെ ആന്റി, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് മീരയ്ക്ക് അറിയില്ലെന്നാ പറയുന്നേ. ആ, എനിക്കറിയില്ല, അതന്നെ. ഇതിപ്പോ ഞാൻ എന്താ ചെയ്യാ? നിനക്കേ, ഞാൻ എന്തായാലും ഇപ്പൊ ട്യൂഷന് പോവല്ലേ, അപ്പൊ ഞാൻ ട്യൂഷൻ ടീച്ചറിനോട് ചോദിച്ചു നോക്കാം. നീ എന്തായാലും ഇവിടെ ഇരിക്കി. ഓ, അത്രയും സമയമൊന്നും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. അപ്പോഴത്തേക്ക് രാത്രിയാവൂലേ, പിന്നെ വീട്ടിൽ പോകാൻ കഴിയൂല, പാടായിരിക്കും. ഇത് വല്ലാത്ത കുടുക്കായി പോയല്ലോ കുടുങ്ങിയത്.
ഇതിപ്പോ എങ്ങനെ നിനക്ക് ഞാൻ പറഞ്ഞുതരാ? ഇത് സ്കൂളിലെ വല്ല ടോപ്പിക് ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. ഇതിപ്പോ ഔട്ട് ഓഫ് സിലബസ് ഞാൻ എങ്ങനെ ഇപ്പൊ പറയാ? അല്ല മീര, ആ ഫോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അപ്പൊ കിട്ടൂലേ? ഫോണിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയമ്മേ, പക്ഷെ അതിനകത്തൊന്നും വായിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിപ്പോ ആരോടൊപ്പം ചോദിക്കാ? എന്നാ കുഴപ്പമില്ല മീരെ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്തായാലും ഞാൻ പോവാ, നീ ട്യൂഷന് പോവാൻ നോക്ക്. ചിന്നു, നീ അങ്ങനെ പോവല്ലേ? എനിക്ക് നിന്നെ സഹായിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ എങ്ങനെങ്കിലും ഇപ്പൊ ഇത് കണ്ടുപിടിച്ച് തരണം. എന്താ ചെയ്യാ? അല്ല, ഒരു കാര്യം ചെയ്യ്, സജിൻ ഉണ്ടല്ലോ ഇവിടെ, അവനോട് ചോദിച്ചോക്ക്. അയ്യേ, ചേട്ടനോടോ? അയ്യേ, അല്ല അങ്ങനെയല്ല, ചേട്ടനൊക്കെ അറിയുണ്ടാവും അത്. മാളു, എന്താ? നീ ഇവിടെ നിൽക്കാണോ? ഇതാ നിന്റെ കൂട്ടുകാരി. അതെ അച്ഛമ്മേ. മോളെ പേരെന്താ? അത് പിന്നെ അച്ഛമ്മേ, എന്റെ പേര് ചൈതന്യ. നല്ല പേര്. ഇവരൊക്കെ എന്നെ ചിന്നു വിളിക്കാറ്. അല്ല, എന്തു പറ്റി? എല്ലാരും ഭയങ്കര സങ്കടത്തില്. അത് പിന്നെ അച്ഛമ്മ, ഇവക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് എനിക്കറിയില്ല, ഇപ്പൊ എന്താ ചെയ്യാന്നറിയില്ല, അതങ്ങനെ നിക്കുന്നേ. എന്താ നിനക്കറിയാത്തൊരു ഡൗട്ട്? നീ ഇവിടെ ഒരു സ്കൂളിലല്ലേ പഠിക്കുന്നേ? അതിന്റെ സ്കൂളിലെ ഡൗട്ട് അല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ലമ്മേ, അതാ ഞാൻ പറഞ്ഞേ, സജിനോട് ചോദിച്ചാൽ ചിലപ്പോ അവനറിയുണ്ടാവുമല്ലോ. അത് ശരിയാ. മീര, നീ ഒന്ന് സജിനോട് ചോദിച്ചു നോക്ക്. അല്ല അച്ഛമ്മ, എനിക്കിപ്പോ ചോദിക്കാൻ സമയം ഉണ്ടാവില്ല, ഞാൻ ട്യൂഷന് പോവാ. അല്ല മീര, വേണേ ഞാൻ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്താടാ? അതപ്പ വരാം. ഞാൻ ട്യൂഷന് പോട്ടെ ചിന്നു, നീ ചേട്ടനോട് ചോദിക്കേ. ആടി, ഞാൻ ചോദിക്കാം. ആടെ വേറെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പോട്ടെ, ശരി, ബൈ. ശരി, വാ പോവാ. അല്ല, എന്റെ ചേട്ടനോട് ഉണ്ടാവുക? അവന്റെ റൂമിൽ ഉണ്ടാവും. ഞാൻ വിളിക്കണോ? വേണ്ട, ഞാൻ പോയി കണ്ടോളാം. അടുക്കളയിലേക്ക് പോട്ടെ. ഇതിലിപ്പോ ഏതാ ചേട്ടന്റെ റൂം? ആദ്യം ആന്റീനെ കൊണ്ടങ്ങ് വിളിപ്പിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാ? എന്തായാലും മുകളിലേക്ക് കയറി നോക്കാം. ഇവിടുന്ന് ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാ? കൊട്ടി നോക്കണോ? വേണ്ട. വല്ലാത്ത കഷ്ടായി പോയല്ലോ. ബോറടിക്കുന്നു. എന്തപ്പോ ചെയ്യാ? എത്ര നേരം ഈ റൂമിൽ തന്നെ ഇരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കാം. അമ്മേൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും. ചെറുതായിട്ടൊരു വിശപ്പുണ്ട്. അപ്പം എന്തെങ്കിലും കഴിക്കാം. ഇതായിരിക്കും ചേട്ടന്റെ റൂം. എന്തായാലും ഒന്ന് കൊട്ടി നോക്കാം. അല്ല ചിന്നു, എന്താ ഇവിടെ? അത് പിന്നെ ചേട്ടാ, ഞാനൊരു ഡൗട്ട് വയ്ക്കാൻ വേണ്ടി വന്നതായിരുന്നു. എന്ത് ഡൗട്ട്? അത് പിന്നെ അത് എന്ത് ഡൗട്ട്? ഞാൻ പറഞ്ഞു കൊടുക്കാനോ? അതിനെന്താ, പറഞ്ഞു കൊടുക്ക. വാ, അകത്തേക്ക് വാ, അതൊന്ന് പറഞ്ഞുതരാം. ചേട്ടാ, ഏതിലാ ഡൗട്ടുള്ളേ? ചേട്ടാ, ഈ ബുക്കിലൊരു ക്വസ്റ്റ്യനാ. ഈ ക്വസ്റ്റ്യൻ ആണോ? അതെ. ഇത് കുറച്ച് പാടാണല്ലോ. അല്ല, ഇരിക്ക്. എന്താ നിക്കുന്നേ? അല്ല, കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്നോളാം. ഇരിക്കടോ. ഇതിപ്പോ പറഞ്ഞുതരാം കേട്ടോ, ഒരു മിനിറ്റേ. ഓക്കെ. അല്ല മാളു, ആ കുട്ടീന്റെ വീട് എവിടെയാ? ഇവിടെ വന്ന ആ പെങ്കൊച്ചില്ലേ, അതിന്റെ വീട് എവിടെയാ? ഒന്നുമില്ല. അതിന്റെ വീട്ടുകാരായിട്ടൊക്കെ നിനക്ക് പരിചയമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. സജിനല്ലേ ഇപ്പൊ ആ കുട്ടീനെ പഠിപ്പിക്കുന്നേ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും വിശ്വസിച്ചൂടാ, അതുകൊണ്ട് പറഞ്ഞതാ. പുറത്ത് നല്ല സ്വഭാവം കാണിച്ചിട്ട് ഉള്ളിൽ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇടയ്ക്ക് ആ റൂമിലൊക്കെ ഒന്ന് പോയി നോക്ക്. നേരത്തെ വിട്ടു. അവനെ വിട്ടിട്ടില്ല. അവനൊരു ചാപ്റ്ററും കൂടി പഠിപ്പിക്കാനുണ്ട്. അത് എപ്പോഴാ തീരെ ഒന്നും പറയാൻ പറ്റില്ല അമ്മേ. എനിക്ക് അവളിനി പാടെ വെറുതെ ഇരിക്കേ. അല്ല, ചിന്നു പോയോ? ഇല്ല, അവൾ ചേട്ടന്റെ റൂമിലുണ്ട്.
ശരി. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ആൻസർ കിട്ടും. പക്ഷെ ഈ ബുക്കിലിടുന്നത് വേറെ മെത്തേഡാ. മനസ്സിലായോ? ആ മനസ്സിലായി. നീ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതേ ഉള്ളൂ. ഇതിപ്പോ മനസ്സിലായില്ലേ? ഇത് ഇത്രേ ഉള്ളൂ. ആ ഓക്കെ. ചിന്നു, ആ രണ്ടാളും ഇവിടെ ഉണ്ടല്ലോ. അല്ലടി, നീ എന്തൊന്ന് നേരത്തെ? എന്റെ ട്യൂഷൻ നേരത്തെ വിട്ടു. ഇനി മനസ്സിലായോ ചേട്ടൻ പറഞ്ഞു തന്നിട്ട്? ആടി മനസ്സിലായി. ഓ അപ്പൊ ചേട്ടൻ പഠിപ്പിക്കാനൊക്കെ പഠിച്ചില്ലേ? ഓവർ കളിയാക്കല്ലേ കേട്ടോ മോളെ. ശരി ശരി. വാ ചിന്നു, താഴേക്ക് പോ. ആ വരാം. പോവാ. നടക്ക്. ചേട്ടൻ വരുന്നില്ലേ ചേട്ടാ? ആ വരാം, നിങ്ങൾ പോയിക്കോ. ആ എന്റെ മനസ്സിലായി. എടി മീര, എന്നാ ഞാൻ പോട്ടെ? സമയം കുറെ ആയില്ലേ? അയ്യോ നീ പോവാ? ആ പോട്ടെ. ഇനി നമുക്ക് നാളെ കോളേജിൽ നിന്ന് കാണാം. എന്നാ ശരി. അല്ല നീ ചേട്ടനോട് പറഞ്ഞോ പോവാന്ന്? ഇല്ല. ഒരു മിനിറ്റായി, ഞാൻ ഇപ്പൊ വിളിക്കാം ചേട്ടനെ. ചേട്ടാ ചേട്ടാ. ആ വന്നല്ലോ. എന്തേ? ചിന്നു പോവാന്ന്. ആ ശരി. പിന്നെ താങ്ക്സ് ചേട്ടാ. അയ്യോ, എന്തിനാ താങ്ക്സ് ഒക്കെ? ആ അതൊക്കെ പറഞ്ഞു തന്നില്ലേ? താങ്ക് യു. അതൊന്നും കുഴപ്പമില്ല. ശരി എന്നാ പോട്ടെ. ബൈ. ശരി, ബൈ. ബൈ മീരേ. ബൈ. പോട്ടെ ആന്റി. ആ മോളെ പോയി വാ. അല്ല അച്ഛമ്മേനോട് പറഞ്ഞില്ലല്ലോ. കുഴപ്പമില്ല, അത് ആന്റി പറഞ്ഞോളാം. ഇരുടാൻ നിൽക്കണ്ട, പോയിക്കോ. ശരി ബൈ. അവള് പോയി. അതല്ല, ഒരു മിനിറ്റ്. ചേട്ടൻ നമുക്ക് പറഞ്ഞു കൊടുത്തതൊക്കെ? എന്തായാലും നിന്നേക്കാൾ ബുദ്ധി എനിക്കുണ്ടല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത്. ചേട്ടൻ ശരിക്കും പറഞ്ഞു കൊടുത്താ? ആ. എന്നാലേ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണേ അത്. എന്തിന്? എന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചേ? എനിക്കും കൂടി പറഞ്ഞോ. അയ്യോ, ഞാൻ ബുദ്ധിശാലികൾക്കൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. മോൾ ഒറ്റയ്ക്ക് പഠിച്ചാ മതി കേട്ടോ. എന്ത് ചേട്ടാ ഒന്ന് പറഞ്ഞതാ? എന്നെ കൊണ്ടൊന്നാവൂലേ? ചേട്ടാ പറഞ്ഞതാ. എനിക്കാവൂല.